പഞ്ചായത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന നജാത്ത് സ്ഥാപനങ്ങളുടെ 30ാം വാർഷിക സമ്മേളനം 2025 ഫെബ്രുവരി 7, 8, 9 തീയതികളിലായി പെരുവള്ളൂർ നജാത്ത് ഇസ്ലാമിക് സെന്റർ ക്യാമ്പസിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആത്മീയ സമ്മേളനം, എക്സലൻസി മീറ്റ്, സിനർജി സമ്മിറ്റ്, പ്രാസ്ഥാനിക സംഗമം, മധുഹരാവ്, നജാത്ത് ഫാമിലി മീറ്റ്, സക്സസ് ബ്ലൂ പ്രിന്റ്, നിജവി മീറ്റ്, എജ്യൂസൈൻ, ബുക്ക് ഫെയർ, എക്സിബിഷൻ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്നത്. നജാത്ത് ആരംഭിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയും നമ്മുടെ പ്രദേശത്തെ വൈജ്ഞാനിക മികവ് കൊണ്ട് അടയാളപ്പെടുത്തുക എന്നതാണ്. പെരുവള്ളൂരിൻ്റെ ഒരു പഴയ ഗ്രാമചിത്രമൊക്കെ മാറ്റിയെടുക്കുന്നതിൽ 30 വർഷത്തെ പ്രവർത്തനങ്ങളെ കൊണ്ട് നജാത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ വ്യത്യസ്ത തൊഴിൽ മേഖലകളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെയുള്ള ഒരു ഡോക്ടർ നജാത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയാണ്. അങ്ങനെ വ്യത്യസ്ത തരം മേഖലയിൽ പ്രൊഫഷണൽ രംഗത്ത് സജീവമായി നജാത്തിൻ്റെ വിദ്യാർത്ഥികളുണ്ട് എന്നത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പെരുവള്ളൂരിൻ്റെ ഒരു വൈജ്ഞാനിക ഭൂപടത്തിൽ 30 കൊല്ലത്തെ അടയാളപ്പെടുത്തലുകൾ തീർച്ചയായും നജാത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെയാണ് സമൂഹത്തിൽ നിന്ന് നജാത്തിന് കിട്ടുന്ന പ്രതികരണങ്ങളും. അത്തരത്തിലൊരു സ്ഥാപനത്തിൻ്റെ 30 വർഷം പൂർത്തീകരിക്കുന്നു എന്നത് ഒരു സമൂഹത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ വിജയമായി കാണേണ്ട ഒരു ഘട്ടത്തിലാണുള്ളത്. നജാത്ത് 30 വർഷം പൂർത്തീകരിക്കുമ്പോൾ കേവലം ഒരു സ്കൂളിൻ്റെ, ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ 30 വർഷ പൂർത്തീകരണം എന്നതിൽ നിന്ന് മാറി ഒരു നാടിൻ്റെ നന്മയിൽ കൈകോർത്തു എന്നതാണ് ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടെ നജാത്ത് മാനേജ്മെൻറ്റിനും സ്ഥാപന ഭാരവാഹികൾക്കൊക്കെ പറയാൻ പറ്റുന്നത്. ധാർമ്മിക മൂല്യങ്ങൾ വിദ്യാഭ്യാസത്തോടുകൂടെ പകരുകയും അറിവും സംസ്കാരവുമുള്ള ഏറ്റവും ഉത്തമ ബോധമുള്ള സമൂഹത്തെ നിർമ്മിക്കുകയും ചെയ്യുക എന്നത് സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അർത്ഥത്തിലാണ് സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്ഥാപനത്തിലുള്ള സംവിധാനങ്ങൾ KG മുതൽ വിശാലാർത്ഥത്തിൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ സംവിധാനങ്ങളുണ്ട്. 1500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിശാലാർത്ഥത്തിലുള്ള സംവിധാനമാണ് നമുക്കുള്ളത്. KG, LP, UP സെഷനുകൾ, അതുപോലെ തന്നെ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി തന്നെ എല്ലാ സ്ട്രീമിലുമുണ്ട്. കൊമേഴ്സും സയൻസും ഹ്യൂമാനിറ്റീസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നജാത്തിൻ്റെ തനത് വിദ്യാഭ്യാസ സംരംഭങ്ങൾ കൂടിയുണ്ട്. നജവിയ കോഴ്സ് ഉണ്ട്. മതവിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അതോടൊപ്പം വിദ്യാർത്ഥിനികൾക്ക് +2 പഠനം ഉറപ്പിക്കുന്ന സംവിധാനമാണത്. അതുപോലെ തന്നെ 100+ എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം നജാത്ത് ആരംഭിച്ചിട്ട് ഏതാണ്ട് 4-5 വർഷം പൂർത്തിയാവുകയാണ്. 100+ കൊണ്ട് നമ്മൾ താല്പര്യപ്പെടുന്നത് +2 പഠിക്കലോട് കൂടെ തന്നെ +2 ചെയ്യുന്ന +1 +2 കാലയളവിൽ തന്നെ അവർക്ക് എൻട്രൻസ് കോച്ചിങ് സാധ്യമാക്കുക എന്നതാണ്. ആ പഠന കാലയളവിൽ തന്നെ എൻട്രൻസ് കോച്ചിങ് കൊടുത്ത് എൻട്രൻസിന് പര്യാപ്തരാക്കുന്ന വിവിധ കോളേജുകളിൽ, പ്രൊഫഷണൽ രംഗത്തുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടുന്നതിനാവശ്യമായ പക്വതയും അതിനാവശ്യമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ അവർക്ക് ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ തുടങ്ങി 5 വർഷം പിന്നിടുമ്പോൾ ധാരാളം കുട്ടികൾ മെഡിക്കൽ കോളേജുകളിലും വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ മക്കളായി ധാരാളം കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. +2 പഠനത്തോടൊപ്പം വളരെ ചിട്ടയാർന്ന രൂപത്തിൽ എൻട്രൻസ് കോച്ചിങ് നമ്മുടെ ഈ 100+ സംവിധാനത്തിന് മികച്ച രീതിയിൽ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നു എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. മറ്റൊരു സ്ഥാപനം നജാത്ത് ദഅവ കോളേജാണ്. നജാത്ത് കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസ് എന്നതാണ്. നജാത്ത് കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസിൽ സംഭവിക്കുന്നത് 7 വർഷത്തെ കോഴ്സാണ്. SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് താമസവും
പഠനവുമൊക്കെ നജാത്തിൽ തന്നെ ഒരുക്കിക്കൊണ്ട് അവർക്ക് 7 വർഷത്തെ കോഴ്സ് കൊടുത്ത് മതരംഗത്ത് ഉയർന്ന പണ്ഡിതന്മാരാക്കലോടുകൂടെ തന്നെ സയൻസ് മേഖലകളിൽ നല്ല അവഗാഹമുള്ളവരാക്കി മാറ്റുക എന്നതാണ് കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസിൻ്റെ താല്പര്യം. സയൻസ് സ്ട്രീമിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം അഡ്മിഷൻ കൊടുക്കുകയും +1 +2 സയൻസ് ക്ലാസ്സുകൾ ഇവിടെ കൊടുക്കുകയും തുടർന്ന് വ്യത്യസ്ത കോളേജുകളിൽ ഡിഗ്രികൾ കൊടുക്കാവുന്ന രീതിയിലും അതുപോലെ തന്നെ മറ്റു മികച്ച ഓപ്പൺ സംവിധാനങ്ങളിലുള്ള ഡിഗ്രികളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവരെ ബിരുദാനന്തര രംഗങ്ങളിലേക്ക് എത്തിക്കുകയും സാമൂഹിക നവോത്ഥാനത്തിന് പങ്കുവഹിക്കുന്നവരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭമാണ് നജാത്ത് കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസ്. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങൾ സാധ്യമാക്കലോടുകൂടെ നമ്മുടെ പരിസരവുമായി നജാത്തിന് വലിയ ബന്ധമുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിൽ അപ്പുറത്ത് ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് എന്ന അർത്ഥത്തിൽ സമൂഹത്തിന് വേണ്ടിയുള്ള വ്യത്യസ്ത പരിപാടികൾ, ആത്മീയ മജ്‌ലിസുകൾ, മതപ്രഭാഷണ വേദികൾ, അതുപോലെ തന്നെ മൂല്യ കൈമാറ്റത്തിന് ആവശ്യമായ വിവിധ തരം ആവിഷ്കാരങ്ങൾ, പദ്ധതികളൊക്കെയും സ്ഥിരമായി നജാത്ത് സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. ഇതൊക്കെയാണ് സ്ഥാപനത്തിൻ്റെ പൊതുവായ വിശേഷം. 30 വർഷം പൂർത്തീകരിക്കുന്ന സ്ഥാപനത്തിൻ്റെ 30ാം വാർഷിക സമ്മേളനം ഫെബ്രുവരി 7, 8, 9 അടുത്ത വെള്ളി, ശനി, ഞായർ തീയതികളിൽ വിപുലമായി നടക്കുകയാണ്. സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം ബദർ മൗലിദോടുകൂടെ സയ്യിദ് ശിഹാബുദ്ദീൻ അഖ്തൽ മുത്തനൂർ നേതൃത്വം നൽകി ബദർ മൗലിദ് നടക്കുകയും സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലെ 8 മണിക്ക് പതാക ഉയർത്തലോടുകൂടെ സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കം കുറിക്കുകയാണ്. വൈകുന്നേരം ഈ പരിസര പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളെയും, എല്ലാ തരം മതമാളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വിപുലമായ സൗഹൃദത്തെ ഉണർത്തുന്ന നല്ലൊരു സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. 4 മണിക്ക് സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് TP ഗോവിന്ദൻ മാസ്റ്ററാണ്. അങ്ങനെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും പങ്കെടുക്കുന്ന വിപുലമായ സൗഹൃദ സംഗമമാണ് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്നത്. 7 മണിക്ക് ആത്മീയ സമ്മേളനം നടക്കുന്നു. സമസ്ത കേന്ദ്ര മുഷാവറയുടെ പ്രസിഡന്റ്, ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദാണ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബൂ ഹനീഫൽ ഫൈസി തന്നല ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, ഷാഫി സഖാഫി മുണ്ടമ്പറ ഉൾപ്പെടെയുള്ള പ്രമുഖ പ്രഭാഷകർ പങ്കെടുക്കും. സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഹൈദ്രൂസ് മുത്തുക്കോയത്തങ്ങൾ എളങ്കൂർ നേതൃത്വം നൽകും. സമ്മേളനത്തിലെ വേറിട്ട ഒരു ഇനമാണ് ദി സൈൻ മെഡിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ എക്സ്പോ. ദി സൈൻ മെഡിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ എക്സ്പോയിൽ വിപുലമായ വൈജ്ഞാനിക പ്രദർശനങ്ങൾ നടക്കലോടുകൂടെ മെഡിക്കൽ എക്സ്പോ ഉണ്ട്, പുരാവസ്തു എക്സ്പോ ഉണ്ട്, വ്യത്യസ്ത തരം എക്സ്പോകൾ, അതുപോലെ തന്നെ വിപുലമായ ഫെയർ സംവിധാനങ്ങളൊക്കെയും ഉണ്ട്. ദി സൈൻ മെഡിക്കൽ എക്സ്പോ ശനിയാഴ്ച രാവിലെ ബഹുമാനപ്പെട്ട പെരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. അബ്ദുൽ കലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വ്യത്യസ്ത പരിപാടികളിലായി സക്സസ് ബ്ലൂ പ്രിന്റ്, കരിയർ രംഗത്ത് കുട്ടികളെ ഏതർത്ഥത്തിൽ പ്രചോദിപ്പിക്കണമെന്ന് നജാത്തിൽ നിന്നും ഇറങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻജിനീയേഴ്സും ഡോക്ടേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന നജാത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ഒരുക്കുന്ന പ്രധാനപ്പെട്ട പരിപാടിയാണ് സക്സസ് ബ്ലൂ പ്രിന്റ്. അതുപോലെ തന്നെ നജാത്ത് ഫാമിലി മീറ്റ് ഉണ്ട്. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ രക്ഷിതാക്കൾക്ക്, നജാത്ത് ഫാമിലി അംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കി തയ്യാറാക്കിയ ഒരു പരിപാടിയാണ് നജാത്ത് ഫാമിലി മീറ്റ്. നജാത്ത് ഫാമിലി മീറ്റ് IPB ഡയറക്ടർ M. അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന സെക്രട്ടറി ദേവർശ്വല അബ്ദുസലാം മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കോഴ്സുകളാണ് ഹാദിയ നജവിയ കോഴ്സുകൾ. 2 മണിക്ക് ശനിയാഴ്ച 2 മണിക്ക് ഹാദിയ നജവിയ കോഴ്സുകളുടെ കോൺവെക്കേഷൻ നടത്തും. വൈകുന്നേരം
മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ പെരുവള്ളൂർ പഞ്ചായത്തിലും പരിസര പഞ്ചായത്തുകളിലും ശ്രദ്ധേയമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഉന്നതരുടെ എക്സലൻസ് മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന ട്രഷറർ കൂടിയായ, ഫിനാൻസ് സെക്രട്ടറി കൂടിയായ ചാലിയം AP അബ്ദുൽ കരീം ഹാജി, അദ്ദേഹം വലിയ വ്യവസായ പ്രമുഖൻ കൂടിയാണ്. അദ്ദേഹമാണ് വൈകുന്നേരം നടക്കുന്ന എക്സലൻസ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. SYS സംസ്ഥാന സെക്രട്ടറി M മുഹമ്മദ് സ്വാദിഖ്, ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ എക്സലൻസ് മീറ്റിൽ സംബന്ധിക്കുന്നുണ്ട്. വൈകുന്നേരം 7 മണിക്ക് പ്രാസ്ഥാനിക സംഗമം സംഘടിപ്പിക്കുന്നു. പ്രാസ്ഥാനിക സംഗമത്തിൽ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവുമായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി പ്രാസ്ഥാനിക സംഗമം ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി പ്രാസ്ഥാനിക സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് മധുഹിരാവ് ഇശൽ വിരുന്ന് നടക്കുന്നുണ്ട്. സയ്യിദ് ത്വാഹ തങ്ങൾ പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നേതൃത്വം നൽകും. 9-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നജവി മീറ്റ് സംഘടിപ്പിക്കും. നജവി എന്നത് നജാത്ത് സ്ഥാപനങ്ങളിൽ നിന്ന്, അഥവാ നജാത്തിലെ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസിൽ നിന്ന് ബിരുദം എടുത്ത് കർമ്മരംഗത്തിറങ്ങിയ 70ഓളം നജവികളുണ്ട്. ആ നജവികളുടെ മീറ്റാണ് നജവി മീറ്റ് കൊണ്ട് താല്പര്യപ്പെടുന്നത്. നജവി മീറ്റ് ഇബ്രാഹിം ബാക്കവി മുണ്ടമ്പ്ര, അഹമ്മദ് അബ്ദുള്ള ഹസനി ചെങ്ങാനി തുടങ്ങിയ പണ്ഡിതരുടെ നേതൃത്വത്തിൽ നജവി മീറ്റ് നടക്കും. വൈകുന്നേരം 4 മണിക്ക് മഹല്ല് സ്ഥാപന ഭാരവാഹികളുടെ, മഹല്ല്, മദ്രസ, വ്യത്യസ്ത സ്ഥാപനങ്ങൾ, ആ സ്ഥാപന ഭാരവാഹികളുടെ ഒരു സംഗമമാണ്, മാനേജ്മെൻറ്റിൻ്റെ സംഗമമാണ് സിനർജി സമ്മിറ്റ് എന്ന പേരിൽ നടക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സിനർജി സമ്മിറ്റിൽ MN കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിക്കും. കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്യും. KM റഹീം സാഹിബ്, അഡ്വക്കേറ്റ് സമദ്, SYS സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി M അബൂബക്കർ പടിക്കൽ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. സമ്മേളനത്തിൻ്റെ സമാപനം 7 മണിക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP ഉസ്താദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി B അബ്ദുറഹ്മാൻ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തും. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി M സുലൈമാൻ സക്കാഫി മാളിയേക്കൽ, കൊളത്തൂർ അലവി സക്കാഫി, പള്ളിക്കുന്ന് നിയോജക മണ്ഡലം MLA ആദരണീയരായ P അബ്ദുൽ ഹമീദ് സാഹിബ്, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി, സയ്യിദ് തുറാബ് സക്കാഫി, മുഹമ്മദ് ഹാജി മൂന്നിയൂർ തുടങ്ങി നേതാക്കൾ സമാപന സമ്മേളനത്തിലേക്ക് അതിഥികളായി ഉണ്ടാകും. വിവിധ സമാപന സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നജാത്ത് ജനറൽ മാനേജർ PK അബ്ദുള്ള ഫൈസി, നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PK ബഷീർ മാസ്റ്റർ പടിക്കൽ, നജാത്ത് സെക്രട്ടറി അബ്ദുൽ മജീദ് ഹസനി ചെങ്ങാനി, മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ AC അബ്ദുറഹ്മാൻ ഹാജി, LA മൊയ്തീൻകുട്ടി ഫൈസി, നജാത്ത് കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസ് ഡയറക്ടർ മുഹമ്മദ് ഇല്യാസ് സക്കാഫി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് പ്രഭാതം, പെരുവള്ളൂർ.